ഫോർ ഡോട്ട് വിഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ത്യൻ സിനിമയിലും ഇന്ത്യൻ സാഹിത്യത്തിലും ഏറെ പ്രശസ്തനായ പത്തനംതിട്ട ജില്ലയിലെ നെടുങ്ങാടപ്പള്ളി എന്ന ഗ്രാമത്തിൻ്റെ അഭിമാനമായ ശ്രീ ബിനു എബ്രഹാമിനെ വളരെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പരിചയപ്പെടുത്തും. അങ്ങയുടെ മിക്ക കഥകളിലും നമ്മുടെ നെടുങ്ങാടപ്പള്ളിയും മല്ലപ്പള്ളി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ആൾക്കാരാണ് അങ്ങ് പ്രദാനം ചെയ്യുന്നത്. അതെന്താണ് അതിൻ്റെ ഒരു രഹസ്യം? അത് നെടുങ്ങാടപ്പള്ളി, മല്ലപ്പള്ളി അല്ലെങ്കിൽ ഈ പത്തനംതിട്ടയുടെ ഭൂമിക, അതിനോട് ചേർന്ന് കിടക്കുന്ന കോട്ടയം ജില്ലയുടെ ഭൂമിക, ഇതൊക്കെ ചേർന്ന് ധാരാളം കഥകൾ, ഒരു പിടി കഥകൾ, എനിക്ക് തോന്നുന്നു ഒരു 50ഓളം കഥകളെന്ന് വേണമെങ്കിൽ പറയാം. മൊത്തത്തിലുള്ള 200 മേലുള്ള കഥകളിൽ ഒരു 50ഓളം കഥകളിൽ അങ്ങനെയുള്ള ഈ നമ്മുടെ ഈ പ്രദേശങ്ങളിലെ പല സംഭവങ്ങളും വ്യക്തികളും കഥാപാത്രങ്ങളും കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ബാല്യകാലം മുതൽ നിരീക്ഷിച്ച് വരുന്ന, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എഴുത്തുകാരൻ എന്ന രീതിയിൽ ഉള്ള ആഗ്രഹം ഉള്ളപ്പോൾ തന്നെ അബോധപൂർവ്വം മനസ്സിൻ്റെ അടിത്തട്ടിൽ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടോ. അന്ന് കാണുന്ന കാഴ്ചകളും സംഭവങ്ങളും വ്യക്തികളും ഒക്കെ എൻ്റെ അബോധത്തിൽ അതൊക്കെ പലതും അടിഞ്ഞു കിടപ്പുണ്ട്. അപ്പോൾ അന്ന് നമ്മളത് പിന്നീട് കഥയാക്കണമെന്ന ആഗ്രഹത്തിലല്ലേ പലരെയും വളരെ നിരീക്ഷിക്കുന്നതൊന്നും. പക്ഷേ അത് ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഒരു എഴുത്തുകാരനായ ശേഷം ഇതൊക്കെ ഒന്നൊന്നായിട്ട് പൊങ്ങി വരാൻ തുടങ്ങി. ഇങ്ങനെയുള്ള വ്യക്തികളും അല്ലെ പല കേട്ട സംഭവങ്ങളും ഒക്കെ പലതും പൊങ്ങി വരാൻ തുടങ്ങി. ചുറ്റുപാടും കാണുന്ന കാഴ്ചകളും നമ്മുടെ ഈ പ്രദേശങ്ങളിൽ, കാരണം ഏറ്റവും വൈകാരികമായിട്ട് നമുക്ക് അടുപ്പമുള്ളൊരു ഭൂമികയാണിത്, നമ്മുടെ ചുറ്റുപാടുള്ള ഈ പ്രദേശങ്ങൾ. അപ്പോൾ അതിലെ പല മനുഷ്യരും അവരുടെ ജീവിതങ്ങളൊക്കെ അങ്ങനെ അതിലേക്ക് കടന്നു വന്നു. അങ്ങനെയാണ് ഈ കുറേ കഥകൾ, ഒരു 50ഓളം കഥകളെന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ ഈ ഭൂമികയിലുള്ള കഥകൾ. അതോടൊപ്പം തന്നെ കോട്ടയം, അത് സമീപത്ത് തന്നെയുള്ള കോട്ടയം പ്രദേശം, കോട്ടയം പട്ടണമൊക്കെ അവിടെ നിന്നും കടന്നു വരുന്നുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഒരു കഥയുടെ ഒരു രീതി വെച്ചിട്ട് ലോകത്ത് എവിടെയുമുള്ള കഥാഭൂമികൾ അതിൽ കടന്നു വരും. സത്യം പറഞ്ഞാൽ ഒരു അന്റാർട്ടിക്ക എന്ന് പറയുക, അന്റാർട്ടിക്കയിൽ ആർട്ടിക് ധ്രുവപ്രദേശം, അവിടെ മുതൽ ഒരു കഥ അവിടെയാണ് അതിലെ അതിൻ്റെ ഒരു ഭൂമിക എന്ന് പറയുന്നത്. അപ്പോൾ പല ഭാഗങ്ങളിലായിട്ട്, ഇപ്പോൾ ഇന്ത്യയുടെ മറ്റ് പ്രദേശങ്ങളിലുണ്ട്, ഇന്ത്യക്ക് പുറത്തുള്ള മറ്റ് നഗരങ്ങളിലുണ്ട്, അങ്ങനെ പല സ്ഥലങ്ങളിൽ എപ്പോൾ ഒരു പ്രചോദനം നമ്മളിലേക്ക് വരുന്നു അതനുസരിച്ച് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പല കഥാഭൂമികളിലൊക്കെ അതിൽ കടന്നു വരും. പക്ഷെ അതിൽ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഒരു പ്രദേശം, നമ്മുടെ ഈ ഒരു അതെന്നും അതിനോട് വൈകാരികമായിട്ടൊരു അടുപ്പമുണ്ട്. ആ രീതിയിൽ അത്തരം അവിടുത്തെ ജീവിതങ്ങൾ പല രീതികളിൽ കടന്നു വരുന്നുണ്ട്. നെടുങ്ങാടപ്പള്ളി കവല എന്ന് പറയുന്നത് തന്നെ പലതിലും, പല കഥകളിലും നെടുങ്ങാടപ്പള്ളി കവല കടന്നു വരുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആൽമരം എന്ന് പറയുന്നത് എത്രയും വിഖ്യാതമായിട്ടുള്ള ഒരു കാലത്തുള്ള നെടുങ്ങാടപ്പള്ളിയുടെ മുഖമുദ്രയായിരുന്ന ആ ആൽമരമൊക്കെ, അതിനെ ബേസ് ചെയ്തിട്ട് 2 കഥയുണ്ട്. നെടുങ്ങാടപ്പള്ളി എന്ന് പറയുന്നൊരു കഥയും അതിനുശേഷം കഥയാൽ എന്ന് പറഞ്ഞൊരു കഥയും. അങ്ങനെ 2 കഥകൾ അവിടെ ആ ആൽമരം തന്നെ അതിനെ കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ആ കവലയിലുണ്ടായിരുന്ന അനേകം മനുഷ്യർ, ഇപ്പം രാഘവൻ പിള്ളച്ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ കടയുണ്ട്, അവിടെയുണ്ട്, ഗോപാലപിള്ളച്ചേട്ടന്, അങ്ങനെയുള്ള പല ആൾക്കാർ, അതുപോലെ അവിടെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള പലവിധ സംഭവ വികാസങ്ങൾ, അതെല്ലാം അതിലേക്ക് പല രീതികളിൽ കടന്നു വരും. 2 പതിറ്റാണ്ട് കാലം മലയാള മനോരമയിൽ ദീർഘകാലമായി ബിനു ജോലി ചെയ്യുകയുണ്ടായി. ആ സമയങ്ങളിലുള്ള അനുഭവങ്ങൾ എന്തായിരുന്നു? അത് മനോരമയുടെ ദ വീക്ക് എന്ന് പറയുന്ന അതിൻ്റെ വാരിക, ഇംഗ്ലീഷ് വാരിക, ഞാൻ അതിലായിരുന്നു ജോലി ചെയ്തത്, അതിൻ്റെ കേരള ലേഖകനായിട്ട്. അപ്പോൾ അത് തിരുവനന്തപുരത്ത് അവിടെയായിരുന്നു എൻ്റെ കേന്ദ്രം. ഞാൻ ഈ MA കഴിഞ്ഞ ശേഷമാണ് ജേർണലിസം, ബോംബെയിൽ 1 വർഷം ജേർണലിസം മാസ് കമ്മ്യൂണിക്കേഷൻ അതിൻ്റെ ഡിപ്ലോമ കോഴ്സ് ചെയ്തു. അതിനുശേഷമാണ് ദ വീക്കിൽ അവിടെ ജോലിക്ക് ചെയ്തത്, മാധ്യമപ്രവർത്തനം. അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യത്തെ ജോലി. സത്യം പറഞ്ഞാൽ ആദ്യത്തെ അവസാനത്തെയുമായിട്ടുള്ള അങ്ങനെ ഒരു കമ്പനി ജോലി എന്ന് പറയുന്നത് അത് മാത്രം, ഈ ദ വീക്കിലുള്ള ഇതിൻ്റെ കേരള ലേഖകനായിട്ട്. അതെന്നെ സംബന്ധിച്ച് സത്യം പറഞ്ഞാൽ വളരെ ഈ 2 പതിറ്റാണ്ടുകളിലെ വലിയൊരു വിപുലമായൊരു അനുഭവമാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഈ 2 പതിറ്റാണ്ടുകൾ അത് വർക്ക് ചെയ്തത്. കാരണം കേരളം മൊത്തം നമ്മൾ വർക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് അതിലുണ്ടായിരുന്നത്. തിരുവനന്തപുരം അല്ല, പാറശാല മുതൽ കാസർഗോഡ് വരെ ഞാൻ പോയി, ഓരോ സ്ഥലങ്ങളിലും പോയി അവിടുത്തെ ഓരോ സംഭവവികാസങ്ങൾ, ദേശീയ പ്രാധാന്യമുള്ള അത്തരത്തിലുള്ള സംഭവങ്ങളും ഫീച്ചറുകളും ഒക്കെ ചെയ്യുക, സ്റ്റോറികൾ ചെയ്യുക. അപ്പോൾ കേരളം എന്ന് പറയുന്നത് ഈ 2 പതിറ്റാണ്ടുകൾ, 1991 മുതൽ 2010 വരെ, ഏറ്റവും നമ്മുടെ കേരളം തന്നെ മാറുന്ന ഒരു കാലഘട്ടമായിരുന്നു. കേരളം എന്ന് പറയുന്നത് അതുവരെ ഉണ്ടായിരുന്ന കേരളത്തിൽ നിന്ന് ഒരു ഉത്തരാധുനികതയിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ഈ ആഗോളവൽക്കരണം കടന്നു വരുന്നു, ഈ വിവര സാങ്കേതിക വിദ്യയുടെ വലിയ വിസ്ഫോടനം നടന്നു വരുന്ന കാലഘട്ടം, എല്ലാ തരത്തിലും മാറ്റങ്ങൾ കേരളീയ സമൂഹത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുകയാണ്. അപ്പോൾ ഈ ഉദാരവൽക്കരണം, സാമ്പത്തിക രംഗത്താണ് ഉദാരവൽക്കരണം സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രതിഫലനങ്ങൾ നമ്മുടെ കേരള സമൂഹത്തിലും രാഷ്ട്രീയത്തിലും എല്ലാം സർവ്വ രീതിയിലും ഉണ്ടാവുകയാണ്. അപ്പോൾ ഓരോ ഗ്രാമങ്ങളും പ്രദേശങ്ങളും ചെറുപട്ടണങ്ങളും എല്ലാം മാറുന്ന കാഴ്ചകൾ ഈ 20
വർഷങ്ങൾ 2 പതിറ്റാണ്ടുകൾ എന്ന് പറയാം. അത് ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് എനിക്കത് ഒപ്പിയെടുക്കാനായിട്ട് സാധിച്ചു. എന്ന് മാത്രമല്ല, നമ്മൾ സാധാരണഗതിയിൽ ഒരിക്കലും എത്തിപ്പെടാത്ത പ്രദേശങ്ങൾ കേരളത്തിലെ അല്ലെങ്കിൽ സാധാരണ ആ പ്രദേശങ്ങളൊന്നും ഒരു സാധാരണഗതിയിൽ നമ്മൾ ഒരിക്കലും എത്തിപ്പെടേണ്ട സാഹചര്യമില്ല, അല്ലെ ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ള ഈ പ്രദേശങ്ങളെല്ലാം കാസർഗോഡ് വരെ ഈ പാറശാല പോലുള്ള അതിൻ്റെ മലയോര ഗ്രാമങ്ങളായാലും ഉൾനാടൻ ഗ്രാമങ്ങളായാലും തീരദേശ ഭൂമികളെല്ലാം ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അവിടെയൊക്കെ പോകാൻ കഴിയും, സഞ്ചരിക്കാൻ കഴിയും. അപ്പം വിവിധ സംസ്കാരങ്ങൾ, അവിടുത്തെയൊക്കെ പ്രാദേശിക ഭാഷാഭേദങ്ങൾ, മനുഷ്യർ, അവിടുത്തെ രീതികൾ, ഇതെല്ലാം നേരിലൊന്ന് കാണാൻ കഴിയും. അതെനിക്ക് വലിയൊരു അനുഭവ സമ്പത്തായിരുന്നു. അത് നമ്മൾ ഈ ജോലി എന്നുള്ളതിനുപരി ദ വീക്കിലെ ആ കേരള ലേഖനം എന്നുള്ള ജോലി ഒരു വശത്തൂടെ നടക്കുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ച് ഇത് ഈ മറുവശത്ത് ഇങ്ങനെ ഒരു വലിയൊരു സൗഭാഗ്യം കൂടെ ഉണ്ടായി. അതേപോഴേക്ക് ഞാൻ 90കളുടെ ഒടുവിൽ ഞാൻ എഴുതി പറഞ്ഞ പ്രസിദ്ധീകരണം മുമ്പേ പറഞ്ഞതുപോലെ പ്രസിദ്ധീകരണത്തിന് കഥ അയച്ചു കൊടുക്കാൻ തുടങ്ങുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടം മുതൽ 90കളുടെ ഒടുവ് മുതൽ എഴുത്തിലേക്ക് ഇതെല്ലാം കടന്നു വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ഞാൻ ഈ നിരീക്ഷിക്കുന്നതെല്ലാം കേരളമൊട്ടാകെയുള്ള അനുഭവങ്ങളും വ്യക്തികളും എല്ലാം കടന്നു വരുന്നു. അപ്പോൾ അത് സാധാരണഗതിയിൽ ഒരു മാധ്യമപ്രവർത്തകന് പോലും കിട്ടാത്തൊരു സൗഭാഗ്യമായിരുന്നു. ഇത്രയും ഒരു സംസ്ഥാനം മുഴുവൻ നമ്മുടെ കൈവെള്ളയിൽ ഉണ്ടായിരിക്കുകയാണെന്നുള്ള ആ ഒരു അവസ്ഥ. അപ്പോൾ അത് പിൽക്കാലങ്ങളിൽ ഇപ്പോഴും ഒക്കെ എന്നെ സഹായിക്കുന്നുണ്ട്. അന്ന് നേടിത്തന്ന ആ അനുഭവങ്ങളും കാഴ്ചകളും. ഓക്കെ.